ഞാനൊരു ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യായാലും ഏഴാം നാൽപ്പത് കൂട്ടായ്മയുടെ സഹായത്താൽ നിങ്ങൾക്ക് മദ്യപിച്ചിട്ടുള്ള എന്റെ പരീക്ഷിപ്പു. നമ്മള് ശിവചേട്ടാ. കഴിഞ്ഞ കുറച്ച് ഹായ് ശിവചേട്ടാ ഹായ് എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബിഗ് ബുക്ക് സ്റ്റഡി അല്ലെങ്കിൽ ബിഗ് ബുക്കിന്റെ വായന, അതായത് മലയാളം ആണ് നമുക്ക് ട്രാൻസ്ലേഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. എന്നാലും ഇംഗ്ലീഷിൽ നിന്ന് ചില പാരഗ്രാഫുകളൊക്കെ ഇടയ്ക്കൊക്കെ വിട്ടുപോയതായിട്ടൊക്കെ നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പഴമക്കാർ നമ്മളോട് പലപ്പോഴും മീറ്റിങ്ങുകളിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ആ വാക്കിന്റെ അർത്ഥം അതല്ല, ആ വാക്കിന് ഒരു വാക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നിലവില് നമ്മൾ പരിശ്രമിക്കുന്നത് എന്ന് വെച്ചാല് അതിന്റെ യഥാർത്ഥത്തിലുള്ള കണ്ടന്റ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പറയാനായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാണ്. ഞാനൊരു ഭാഗ്യവാനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബുക്ക് മിക്കവാറും ഇടയ്ക്ക് ഞാൻ യിൽ വന്ന ആ കാലത്ത് എനിക്കൊരു ഇംഗ്ലീഷ് ബിഗ് ബുക്ക് കിട്ടുകയും ഞാനൊരു ബിഗ് ബുക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് വെച്ചിട്ട് എൻ്റെ വായിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് എപ്പോഴും പീസ് ഓഫ് പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുക, ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വായിക്കുക എന്നല്ലാതെ ഒരു തുടർച്ചയായിട്ട് ബിഗ് ബുക്ക് വായിച്ചത് ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഗ്രൂപ്പിനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് നമ്മുടെ മീറ്റിംഗ് ബിഗ് ബുക്കിന്റെ ചാപ്റ്റേഴ്സിന്റെ എല്ലാത്തിൻ്റെയും അവസാനമാണ്. കാരണം ചാപ്റ്റേഴ്സുകൾ 11 ചാപ്റ്ററുകളാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അവനവന്റെ ജീവിതത്തെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. 5000 വാക്കുകളിൽ കുറയാതെ എഴുതുക എന്നൊക്കെയാണ് പഴമക്കാര് പറയുക. കാരണം ഈ 11 ചാപ്റ്ററുകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് 12ാമത്തെ ചാപ്റ്റർ അവനവൻ തന്നെ എഴുതണമെന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഏകദേശം 42 43 ബിഗ് ബുക്കിൽ അവരവരുടെ പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ട്. അതായത് പഴമക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് എയിൽ എത്തിയെന്നും എങ്ങനെയാണ് എയിൽ നിലനിന്നതെന്നും എങ്ങനെയാണ് അവർക്ക് സുബോധം വന്നതെന്നും പിന്നീട് സ്ലിപ്പായത് എപ്പോൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന അതിമനോഹരമായ ഒരുപാട് കഥകൾ അവർ സ്വന്തം രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ബുക്ക് ബുക്കിന്റെ ആദ്യ അവസാനം വരെ ഇത് കവർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഓരോ ലൈനുകളും ലൈൻ ബൈ ലൈൻ, കവർ ടു കവർ എന്ന് വെച്ചാൽ ബുക്ക് ബുക്കിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. ഇതിനകത്ത് മലയാളത്തിൽ 1 2 3 കഥകളൊക്കെയാണ് തർജ്ജിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലുള്ളത് നമ്മൾ വായിച്ചിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഈ വളർച്ചയുടെ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായി വരും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനോട് തുലനം ചെയ്യാവുന്ന കഥകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത് ചാപ്റ്റർ 11 എ വിഷൻ ഫോർ യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം. അതുപോലെ തന്നെ മറ്റൊരു ഹെഡിങ് അതിനകത്ത് വി ഹാവ് ഫൗണ്ട് എ സൊല്യൂഷൻ, നമ്മളൊരു പരിഹാരം കണ്ടെത്തി. അടുത്തത് ഹൗ ആൽക്കോളിസം അനോണിമസ് ഹാസ് ഗ്രോൺ, എങ്ങനെയാണ് ആൽക്കോളിസം അനോണിമസ് വളർന്നത്. ഫൈൻഡിങ് മോർ ഫെലോസ്, അതായത് ആൽക്കോളിസം അനോണിമസിൽ കൂടുതൽ അംഗങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്. ദ ഫോർത്ത് മെമ്പർ ആൻഡ് ബിയോണ്ട്, 4ാമത്തെ അംഗവും അതിനുശേഷവും. ദ ഫെലോഷിപ്പ് ടുഡേ എന്നുള്ളതാണ് അവസാനത്തെ ഭാഗം. ദ ഫെലോഷിപ്പ് ടുഡേ ആണ് നമുക്ക് വായിച്ച് തീർക്കാനുള്ളത്. അത് റോമല് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റോമൽ പ്ലീസ്. ദ ഫെലോഷിപ്പ് ടുഡേ 60-80 എന്ന തോതിൽ സാധാരണ ആഴ്ചതോറും എത്തിക്കൊണ്ടിരുന്ന സന്ദർശകർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ആ വീട് തികയാതെ വന്നു. അകലങ്ങളിൽ നിന്നും സമീപ സ്ഥലങ്ങളിൽ നിന്നും നിരവധി അമിത മദ്യപാന രോഗികൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടു. ചുറ്റുപാടുമുള്ള നഗരങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ അവിടെ സന്നിഹിതരാകുന്നതിന് വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്ത് എത്തി. ഏതാണ്ട് 30 മൈലുകൾക്കപ്പുറമുള്ള ഒരു സംഘത്തിൽ 15ഓളം ആൽക്കഹോളിക് അനോണിമസ് അംഗങ്ങളുണ്ട്. ഒരു വലിയ രാജ്യമായതുകൊണ്ട് ഒരു കാലത്ത് ഈ കൂട്ടായ്മ 100 കണക്കിന് ആളുകളുടെ സംഘമായി വളരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പക്ഷേ ആൽക്കഹോളിക് അനോണിമസിന്റെ ജീവിതം എന്ന് പറയുന്നത് ആൾക്കൂട്ടങ്ങളെ അഭിമുഖീകരിക്കലും ആശുപത്രികൾ സന്ദർശിക്കലും മാത്രമല്ല, പഴയ അഴുക്കുകളൊക്കെ നീക്കി ശുദ്ധീകരിക്കുക, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധിക്കുക, തുലഞ്ഞ മാതാപിതാക്കളിൽ നിന്നും പിന്തുടരാവകാശമായി ഒന്നും ലഭിക്കാതിരുന്ന മകന് അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക, ന്യായീകരണമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുക, ജോലി സമ്പാദിച്ചു കൊടുക്കുക, ഇവയൊക്കെ ഈ സംഘടനയിൽ നിത്യസംഭവങ്ങളാണ്. ഒരാൾ ആത്മാർത്ഥമായി കുടിനിർത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ എത്ര തരം താണ ആളാണെങ്കിലും എത്ര അപമാനകരമായ സാഹചര്യത്തിലുള്ളവനാണെങ്കിലും അയാളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിന് ഈ സംഘടന ഒരിക്കലും തടസ്സമല്ല. തങ്ങളുടെ മുഖഭാവങ്ങളിൽ നിന്ന് സാമൂഹ്യമായ തരംതിരിവുകളും നിസ്സാരങ്ങളായ വഴക്കുകളും അസൂയകളുമൊക്കെ ഇതിലെ അംഗങ്ങൾ പുഞ്ചിരിയോടെ ഒഴിവാക്കുന്നു. ഒരേ അപകടത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയവരായതുകൊണ്ട് വീണ്ടെടുക്കപ്പെടുകയും വീണ്ടും ഒരേ ദൈവത്തിൻ്റെ അടുത്ത് ഒരു
ഒരുമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതുകൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റുള്ളവരുടെ ക്ഷേമത്തിനെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതായതുകൊണ്ടും ധാരാളം ആളുകൾക്ക് വലിയ കാര്യങ്ങളായി തോന്നുമെന്നും ഈ അംഗങ്ങൾക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. അവർക്ക് എങ്ങനെ അങ്ങനെയാകാൻ കഴിയും? ചെറിയ തോതിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിലും ഇതേ കാര്യം തന്നെ പല കിഴക്കൻ നഗരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരിടത്ത് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവരെയും അമിത മദ്യപാനാസക്തരെയും ചികിത്സിക്കുന്നതിനുള്ള ഒരു ആശുപത്രിയുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1993, തങ്ങളുടെ ഒരു അംഗം അവിടുത്തെ രോഗിയായിരുന്നു. ആ ആശുപത്രിയുടെ 4 അതിരുകൾക്കുള്ളിൽ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും ജീവിതത്തിൽ ആദ്യമായി ഞങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടു. ഞങ്ങളുടെ ചികിത്സ നടത്തുന്ന ഡോക്ടറോട് അങ്ങേയറ്റം കടപ്പെട്ടവരാണ്. കാരണം അദ്ദേഹം തന്റെ സ്വന്തം തൊഴിലിനെ ദോഷകരമായി ഭവിച്ചേക്കാം എന്ന സ്ഥിതി ഉണ്ടായിരുന്നിട്ടും ഞങ്ങളിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം തുറന്നു പറഞ്ഞു. മിക്കവാറും ദിവസങ്ങളിൽ ഈ ഡോക്ടർ തന്റെ ഏതെങ്കിലും ഒരു രോഗിയോട് ഞങ്ങളുടെ മാർഗം വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ആത്മീയമായ അടിസ്ഥാനത്തിൽ രോഗശാന്തി പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇക്കാര്യത്തിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരിഞ്ഞു പിടിക്കാൻ പറ്റും. പഴയ രോഗികളായിരുന്ന ഞങ്ങളിൽ പലരും അവിടെയുള്ള രോഗികളെ സഹായിക്കുന്നതിനായി അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. അതുപോലെ തന്നെ ഈ കിഴക്കൻ നഗരത്തിൽ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വിവരിച്ചതുപോലെയുള്ള അനൗപചാരിക മീറ്റിങ്ങുകൾ നടക്കുന്നു. ഡസൻ കണക്കിന് അംഗങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അവിടെയും അതേ വിധത്തിലുള്ള സൗഹൃദങ്ങളും പരസ്പരമുള്ള സഹായ സന്നദ്ധതയും പടിഞ്ഞാറൻ നഗരങ്ങളിൽ ഞങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിലുള്ളതുപോലെ തന്നെ കാണാം. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ധാരാളം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷേ വളരെയേറെ സഹായകരമായ പരസ്പര കൈമാറ്റത്തിൽ വലിയ വർധന ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. എന്നെങ്കിലും ഒരിക്കൽ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുന്ന ഓരോ അമിത മദ്യാസക്തനും അയാൾ ചെല്ലുന്നിടത്തൊക്കെ ആൽക്കഹോളിക് അനോണിമസിന്റെ കൂട്ടായ്മയെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ പരിധിവരെ ഇത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങളിൽ പലരും കച്ചവടക്കാരാണ്, അതുകൊണ്ട് പുറത്തു പോകുന്നവരുമാണ്. 2, 3, 5 പേരടങ്ങുന്ന ചെറിയ ചെറിയ ഞങ്ങളുടെ സംഘങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ സെന്ററുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നവർ സമയം കിട്ടുമ്പോഴൊക്കെ ആ സെന്ററുകളിൽ എത്തുന്നു. ഈ ശീലം ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൈത്തുണ നൽകുവാൻ സഹായകരമാവുന്നു. എന്നു മാത്രമല്ല, ഏതൊരു സഞ്ചാരിയും അറിയാവുന്നതുപോലെയുള്ള വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ വളരുന്നു. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരിക്കുമെങ്കിൽ നിങ്ങൾക്കും ഇതിന് കഴിയും. ഒരു നല്ല തുടക്കം കുറിക്കുന്നതിന് അത്യാവശ്യമായതെല്ലാം ഈ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളോട് തന്നെ ഇങ്ങനെ പറഞ്ഞേക്കാം: ഞാൻ പരിഭ്രാന്തനും ഏകാകിയുമാണ്. എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയും. നിങ്ങളെക്കാൾ വളരെ മഹത്തായ ഒരു ശക്തി വിശേഷത്തെ ഈ അടുത്ത നാളുകളിൽ ഞങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. ആ പിൻബലത്തിന് ഒരു ഇരട്ടിപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ആകെ കൂടി അനുഷ്ഠിച്ചിട്ടുള്ളത് ആഗ്രഹം, ക്ഷമ, ശ്രമം എന്നിവ മാത്രമാണ്. ഒരു വലിയ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു അംഗത്തെ ഞങ്ങൾക്കറിയാം. അയാൾ അവിടെ താമസിക്കാൻ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലോകത്തിൽ ഏതൊരു നഗരത്തിലുള്ളതിനേക്കാളും കൂടുതൽ മദ്യാസക്തർ ഉൾക്കൊണ്ട ഒരിടമായിരുന്നു അത് എന്ന വസ്തുതയാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. ഈ പുസ്തകം എഴുതപ്പെടുന്നതിൻ്റെ അതായത് 1939, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്. അധികാരികൾ വളരെയേറെ ഉത്കണ്ഠപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ച അംഗം ആ സമൂഹത്തിന്റെ മാനസികാരോഗ്യത്തിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന ഒരു മനോരോഗ വിദഗ്ധനുമായി ബന്ധപ്പെട്ടു. ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പ്രയോഗക്ഷമമായ രീതിയിലുള്ള ഏതൊരു രീതിയും അവലംബിക്കുന്നതിന് വേണ്ടതിലധികം താല്പര്യവും കഴിവുമുള്ള ആളായിരുന്നു ഈ ഡോക്ടർ. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് പറയുവാനുണ്ടായിരുന്നത് എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചു. നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് നല്ല ഫലവും ഉണ്ടായി. കാരണം തൻ്റെ രോഗികളിലും താൻ ചികിത്സ നടത്തുന്ന മറ്റു ചില ക്ലിനിക്കുകളിലെ മദ്യാസക്തർക്കിടയിലും ഒരു പരീക്ഷണം നടത്തുവാൻ അദ്ദേഹം സമ്മതിച്ചു. ഒരു വലിയ പൊതു ആശുപത്രിയിലെ പ്രമുഖ മനോരോഗ വിദഗ്ധനുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൽ ഒഴുകിവരുന്ന കഷ്ടപ്പാടിൽ ഉഴലുന്ന മറ്റു ചിലരെ കൂടി തിരഞ്ഞെടുക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകന് വളരെ വൈകാതെ ധാരാളം സുഹൃത്തുക്കളെ കിട്ടി. അവരിൽ ചിലർ താണുപോയേക്കാം, ചിലപ്പോൾ ഒരിക്കലും ഒരുപക്ഷെ പൊങ്ങി വരാതിരുന്നേക്കാം. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ഇങ്ങനെ സമീപിച്ച പകുതിയിലധികം ആളുകൾ പിന്നീട് മെമ്പർമാരായി തീർന്നിട്ടുള്ളവരാണ് എന്നതാണ് സത്യം. ഈ നഗരത്തിലെ കുറച്ച് ആളുകൾ സ്വയം കണ്ടെത്തുകയും ജീവിതത്തെ വീണ്ടും അഭിമുഖീകരിക്കുന്നതിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ പിന്നെ ആ നഗരത്തിലുള്ള ഓരോരുത്തരും തനിക്ക് രക്ഷപ്പെടുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതുവരെ ഈ പ്രക്രിയ അഭംഗുരം തുടരും.
അയാൾക്ക് അതിന് ആഗ്രഹവും കഴിവും ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞേക്കാം, ഈ പുസ്തകം എഴുതുന്ന നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുക എന്ന മെച്ചം എനിക്കൊരിക്കലും ലഭിക്കുകയില്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. അത് നിശ്ചയിക്കുന്നത് ദൈവമാവണം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആശയത്വം എല്ലായ്പ്പോഴും ആ ശക്തിയോടെയാണ്. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാമെന്ന് ഈശ്വരൻ കാണിച്ചു തരും. നമ്മുടെ ഈ പുസ്തകം ചില നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾക്കറിയാവൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈശ്വരൻ സ്ഥിരമായി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കും വെളിവാക്കി തരും. ഇപ്പോഴും രോഗിയായി കഴിയുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രഭാതത്തിലുള്ള ഓരോ പ്രാർത്ഥന വേളയിലും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. നിങ്ങളുടെ തന്നെ സ്വന്തം വീട് നല്ല നിലയിലാണെങ്കിൽ ഉത്തരങ്ങൾ വരിക തന്നെ ചെയ്യും. നിങ്ങളിൽ ഇല്ലാത്ത ഒന്ന് മറ്റൊരാളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈശ്വരനുമായുള്ള നിങ്ങളുടെ ബന്ധം ശരിയായിട്ടുള്ള തരത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ എണ്ണിയാലുടങ്ങാത്ത വളരെ കാര്യങ്ങൾ സംഭവിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മഹത്തായ വസ്തുത ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിനായി നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുക. ദൈവത്തോടും നിങ്ങളുടെ ആളുകളോടും നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ നാശനഷ്ടങ്ങൾ മറന്നു കളയുക. നിങ്ങൾ കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുകയും ഞങ്ങളോട് കൂടെ ഒത്തുചേരുകയും ചെയ്യുക. ആത്മീയമായ കൂട്ടായ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സന്തുഷ്ടിയുടെ ഭാഗധേയത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണ പദത്തിൽ വെച്ച് ഞങ്ങളിൽ ചിലരെ നിങ്ങൾ കണ്ടെത്തും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആൽക്കഹോളിക് അനോണിമസ്. നിങ്ങൾ പറയുവാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വിലാസത്തിൽ എഴുതുക. PO ബോക്സ് നമ്പർ 459, സെൻട്രൽ സ്റ്റേഷൻ, NY 10163, USA. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണത്തിന്റെ നമ്മുടെ ഫെലോഷിപ്പ് എങ്ങനെയുണ്ടായി, നമ്മൾ എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തിയത്, ഞങ്ങൾ പുതിയ ആളുകളിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നതിന് ശേഷം ഇന്നത്തെ ഫെലോഷിപ്പിനെ കുറിച്ച് ചെറിയ വിവരണം. നമുക്കറിയാം 1939 പുസ്തകം എഴുതിയപ്പോൾ ഉള്ള ആ വിവരണം തന്നെയാണ് എപ്പോഴും അത് പ്രസക്തമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദ ഫെലോഷിപ്പ് ടുഡേ, ഇന്നത്തെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ. ഓവർ ടൈം ദ ഹൗസ് ബിക്കേം ടു സ്മോൾ ടു ഹോൾഡ് ഓൾ ഓഫ് ഇറ്റ്സ് വിസിറ്റേഴ്സ്. അതായത് നമ്മളുടെ വീട് വളരെ ചെറുതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വളരെ ചെറുതായിരുന്നു എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനായിട്ട്. ആൽക്കോഹോളിക്സ് would come from surrounding towns and families drove long distance to gather there. അതായത് വളരെ അകലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ വീട്ടിൽ കൂടിച്ചേരാനായി, അതായത് അന്ന് ബിൽഡബ്ല്യുവിന്റെ വീട്ടിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ആ വീട്ടിലേക്ക് വളരെ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ കാറിൽ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. എ കമ്മ്യൂണിറ്റി 30 miles away from the house and 50 members of Alcoholics Anonymous. അതായത് ചിലരെല്ലാം വന്നത് ആ കമ്മ്യൂണിറ്റിയിൽ 30 മൈലുകൾക്ക് അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലുമാണ്. 15 ആളുകളാണ് അന്ന് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. ദ പീപ്പിൾ ഹു ഗാദർഡ് ദെയർ ന്യൂ ദാറ്റ് ദെയർ ഫെലോഷിപ്പ് വുഡ് ഗ്രോ, കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഗ്രോ. ആ 15 ആളുകൾ കൂടിച്ചേർന്ന ആ 15 ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടായ്മ വളരേണ്ടതുണ്ട്, തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ദേ വർ റൈറ്റ്, അവർ ശരിയാണ്. ബട്ട് ലൈഫ് അമോങ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇസ് മോർ ദാൻ ഗോയിങ് ടു ഗാദറിംഗ് ആൻഡ് വിസിറ്റിംഗ് ഹോസ്പിറ്റൽസ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കൂടിച്ചേരലുകളും ആശുപത്രികളുടെ സന്ദർശനങ്ങളും മാത്രമല്ല. The kind of things we might to do each day include fixing professional mistakes. അതായത് പല കാര്യങ്ങളിലും നമ്മൾ ഇതിനകത്ത് സഹായം ചെയ്യേണ്ടി വരും. ഒന്ന്, പ്രൊഫഷണൽ മിസ്റ്റേക്ക്, തൊഴിൽപരമായ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഹെൽപ്പിംഗ് ടു സെറ്റിൽ ഫാമിലി ആർഗ്യുമെന്റ്സ്, അതായത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ നമ്മൾ സഹായിക്കേണ്ടി വരും. എക്സ്പ്ലെയിനിങ് ദ ട്രബിൾ സൺ ടു ഹിസ് ആംഗ്രി പേരൻസ്, അതായത് കോപിഷ്ഠനായ മകനോടോ മകളോടോ അവരുടെ പേരൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ലെൻഡിങ് മണി, പണം കടം കൊടുക്കേണ്ടി വരും. ആൻഡ് ഗെറ്റിംഗ് ജോബ്സ്, ചിലപ്പോൾ ജോബ് കൊടുക്കേണ്ടി വരും. ഫോർ ഈച്ച് അതർ, അങ്ങനെ പരസ്പരം നമ്മൾ അങ്ങനെയൊക്കെ സഹായിക്കേണ്ടി വരും. നോ വൺ ഹാസ് സങ്ക് ടു ലോ ടു ബി വെൽക്കംഡ് ബൈ അസ് ലോങ് ആസ് ദേ ഹോണസ്റ്റ്ലി വാണ്ട് ടു റിക്കവർ. അതായത് ശരിയായ രീതിയിൽ മോചനം നേടണം എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് സ്വാഗതം ചെയ്യപ്പെടാതിരിക്കുന്ന തരത്തിലാകരുത് നമ്മുടെ പ്രവർത്തികൾ. സോഷ്യൽ ഡിഫറൻസസ്, ആർഗ്യുമെന്റ്സസ്, അതായത് സാമൂഹിക ചുറ്റുപാടുകളിൽ നമ്മൾ വ്യത്യസ്തത പുലർത്തിയേക്കാം, ധാരാളം തർക്കങ്ങൾ ഉണ്ടായേക്കാം. ആൻഡ് ജലസീസ് ഓൾ ഗെറ്റ് ലെഫ്റ്റ് അറ്റ് ദ ഡോർ,
അപ്പം ഈ പറയുന്ന സാമൂഹിക ചുറ്റുപാടുകളും തർക്കങ്ങളും അസൂയകളും എല്ലാം നമ്മൾ റൂമിന്റെ അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ റൂമിന്റെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറാൻ. ഇൻ ദ ഫെലോഷിപ്പ്, കൂട്ടായ്മയ്ക്കുള്ളിൽ വി ഹാവ് ഓൾ റൺ ഓൺ ദ സെയിം ഷിപ്പ് റിക്കഡ് ബോട്ട്. നമ്മളെല്ലാവരും തകർക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഒരു ബോട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഒൺലി ടു ബി സേവ്ഡ് ആൻഡ് റിപ്പയർഡ് ബൈ ഗോഡ്. അതായത് ഈ ബോട്ട് ശരിയാക്കുന്നത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ സേവ് ചെയ്യുന്നത് ദൈവം മാത്രമാണ്. അവർ ഹേർട്സ് ആൻഡ് മൈൻഡ്സ്, നമ്മുടെ ഹൃദയവും മനസ്സും ആർ ഫോക്കസ്ഡ് ഓൺ ദ റിക്കവറി ഓഫ് അതേഴ്സ്. നമ്മളുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മറ്റുള്ളവരുടെ സുഖപ്പെടലിലാണ്. ദ തിങ്സ് ദാറ്റ് മാറ്റർ സോ മച്ച് ടു സം പീപ്പിൾ നോ ലോങ്ങർ മാറ്റർ ടു അസ്, ഹൗ കുഡ് ദേ. അതായത് ഈ പ്രവർത്തികളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചില ആളുകൾ ഈ പറയുന്ന സുബോധം കൂടുതൽ സമയം നിലനിർത്തുന്നില്ല. ഹൗ കുഡ് ദേ. ദ സെയിം തിങ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ മെനി സിറ്റീസ് ഇൻ ദ ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അമേരിക്കയിലെ വിവിധ സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ വൺ ഓഫ് ദി സിറ്റീസ് ദർ ഈസ് എ വെൽ നോൺ ഹോസ്പിറ്റൽ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം. ആ തരത്തിലുള്ള അമേരിക്കയിലെ ഒരു സിറ്റി എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. ആ സിറ്റിയിൽ അവിടെ ഒരു ആശുപത്രിയുണ്ട്. അത് ഏറ്റവും നല്ല ആൽക്കഹോളിസത്തിന് ചികിത്സ നൽകുന്ന ഏറ്റവും നല്ല ഒരു ആശുപത്രിയാണ്. വൺ ഓഫ് അവർ മെമ്പർ വാസ് എ പേഷ്യന്റ് സെവറൽ ഇയേഴ്സ് അഗോ. അനേകം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിലെ ഒരു അംഗം അവിടെ ഒരു രോഗിയായി അഡ്മിറ്റ് ആയിരുന്നു. മെനി ഓഫ് us ഹാവ് ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ആൻഡ് പവർ ഓഫ് ഗോഡ് ഇൻ ദിസ് ബിൽഡിംഗ്. അപ്പൊ പല ആളുകൾക്കും ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ആ കെട്ടിടത്തിലുണ്ട് എന്ന് വിശ്വസിച്ചു. വി ആർ ഓൾസോ ഇൻക്രെഡിബിളി ഗ്രേറ്റ്ഫുൾ ടു ദി ഡോക്ടർ ദയർ. ഞങ്ങൾ അവിടെയുള്ള ഡോക്ടറോട് വളരെയധികം കൃതജ്ഞതയുള്ളവനാണ്. ഹി ഹാസ് ടോൾഡ് അസ് ഹൗ സ്ട്രോങ്ലി ഹി ബിലീവ്സ് ഇൻ അവർ വർക്ക്. അതായത് അദ്ദേഹം നമ്മളുടെ പ്രവർത്തികളിൽ ശക്തിയായി വിശ്വസിച്ചു. എവറി ഫ്യൂ ഡേയ്സ്, എല്ലാ ചുരുങ്ങിയ ദിവസങ്ങളും, ദിസ് ഡോക്ടർ സജസ്റ്റ് അവർ അപ്രോച്ച് ടു വൺ ഓഫ് ഹിസ് പേഷ്യൻസ്. അതായത് എല്ലാ ദിവസങ്ങളിലും ആ ഡോക്ടർ നമ്മളോട് ചില നിർദ്ദേശങ്ങൾ വെച്ചു. നമ്മളിൽ അവിടെയുള്ള അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനെ, രോഗികളെ സമീപിക്കാനായിട്ട് നിർദ്ദേശം വെച്ചു. സിൻസ് ഹി അണ്ടർസ്റ്റാൻഡ്സ് അവർ വർക്ക്, നമ്മളുടെ ജോലി മനസ്സിലാക്കിയ അദ്ദേഹം, ദ ഡോക്ടർ ക്യാൻ ഡു ദിസ് കെയർഫുള്ളി. അതായത് ഒരു ഡോക്ടർക്ക് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. ഹി പിക്സ് ഓൺലി പേഷ്യൻസ് ഹി തിങ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു റിക്കവർ ഓൺ എ സ്പിരിച്വൽ ബേസിസ്. ആത്മീയ അടിസ്ഥാനത്തിൽ തനിക്ക് മോചനം വേണമെന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഡോക്ടർ നമ്മൾക്കായിട്ട് തന്നത്. Many of us are former patients of his and so we go there to help. ധാരാളം നമ്മളിലുള്ള നമ്മുടെ ഏയിലുള്ള ധാരാളം രോഗികൾ അദ്ദേഹത്തിന്റെ രോഗികളായി പണ്ട് അവിടെ അഡ്മിറ്റ് ആയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സഹായം ചെയ്യാൻ പോയി. ഇൻ ദി സെയിം സിറ്റി, ഈ സിറ്റിയിൽ തന്നെ there are informal meetings like the ones we have described it to you. അതായത് കുറച്ചു മുമ്പ് പറഞ്ഞ വീട്ടിൽ നടക്കുന്ന ഒരു മീറ്റിംഗും അതേസമയം അവിടെ സാധാരണ മറ്റിൽ നടക്കുന്നുണ്ട്. അറ്റ് ദിസ് മീറ്റിംഗ് പീപ്പിൾ ആർ മേക്കിംഗ് ഡീപ് ഫ്രണ്ട്ഷിപ്പ്. ഈ മീറ്റിംഗിൽ വെച്ച് ആളുകൾ പരസ്പരം കൂട്ടുകൂടി. ദേ ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. അവർ പരസ്പരം സഹായിച്ചു. ജസ്റ്റ് ലൈക്ക് ദോസ് ഓഫ് us ഇൻ ദ വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ ഡൂയിങ്. അമേരിക്കയിലെ വെസ്റ്റിലുള്ള മീറ്റിംഗിലെ പോലെ തന്നെ, അതായത് ഒഹായോയിലെ മീറ്റിംഗിലെ പോലെ തന്നെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യും. ദർ ഈസ് എ ലോട്ട് ഓഫ് ട്രാവൽ ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് ബിറ്റ്വീൻ. അതായത് ന്യൂയോർക്കിൽ നിന്ന് ഒഹായോയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് യാത്രയുണ്ട്. വി ബിലീവ് ദ ഗ്രൂപ്പ്സ് ഫ്രം ബോത്ത് ഏരിയസ് വിൽ ഹെൽപ്പ് ഈച്ച് അതർ ഗ്രേറ്റ്ലി. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം ആളുകളെ വലിയ തോതിൽ സഹായിക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. Someday we hope that every alcoholic who serves will find the fellowship of Alcoholics Anonymous. അതായത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഏതൊരു മദ്യാസക്തനും ഒരിക്കൽ മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിനെ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് അവിടെ ഉണ്ടാകും. ഇനി മെനി കേസസ് ദിസ് ഈസ് ഓൾറെഡി ട്രൂ. ഇപ്പോൾ പല സമയത്തും ഇത് സത്യമായിട്ട് ഭവിച്ചിരിക്കുന്നു. സം ഓഫ് us travel around to talk about the program. ഞങ്ങളിൽ ചിലർ പല രാജ്യങ്ങളും സന്ദർശിച്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നു. ആൻഡ് ദോസ് ഓഫ് us who travel for business of fun or visit local AA groups while we are away from home. ഞങ്ങൾ പലപ്പോഴും ബിസിനസ് ആവശ്യത്തിനായി യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ ഗ്രൂപ്പുകളിൽ, പ്രാദേശിക ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുകയും ഞങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ തമാശകൾ പങ്കുവയ്ക്കുന്നു. ദിസ് അലോസ് us to lend a hand
ഇത് ഞങ്ങൾക്ക് അവർക്കൊരു കൈസഹായം ചെയ്യാനും അറ്റ് ദ സെയിം ടൈം അവോയ്ഡിങ് ദ ടെംപ്ടേഷൻ ടു ഡ്രിങ്ക് വൈൽ ട്രാവലിംഗ്. ഞങ്ങളുടെ യാത്രകളിൽ ഉണ്ടാകുന്ന പ്രലോഭനം, കുടിക്കാനുള്ളതിന്റെ പ്രലോഭനം തടയാനും ഈ മീറ്റിങ്ങുകൾ ഞങ്ങളെ സഹായിക്കുന്നു. ദാറ്റ്സ് ഹൗ അവർ ഫെലോഷിപ്പ് ഗ്രൂ. അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മ വളർന്നത്. ആൻഡ് യു ക്യാൻ ഗ്രോ. നിങ്ങൾക്കും അതിൽ വളരാം. ടു ഈവൻ ദോ യു ആർ ജസ്റ്റ് വൺ പേഴ്സൺ വിത്ത് ദിസ് ബുക്ക് ഓൺ യുവർ ഹാൻഡ്. നിങ്ങൾക്കും വളരാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു ബുക്ക് മാത്രം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്കും വളരാൻ കഴിയും. വി ബിലീവ് ആൻഡ് ഹോപ്പ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ യു വിൽ നീഡ് ടു ബിഗിൻ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ബുക്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ്, തുടക്കത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ്. വി നോ വാട്ട് യു ആർ തിങ്കിങ്. ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. യു ആർ സെയിങ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഐ ആം ജിറ്ററി ആൻഡ് അലോൺ. ഞാൻ നശിപ്പിക്കട്ട രീതിയിൽ ഏകനായി നിൽക്കുകയാണ്. ഐ കുഡിൻ ഡു ദാറ്റ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ബട്ട് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. യു ഫോർഗോട്ട് ദാറ്റ് യു ഹാവ് ജസ്റ്റ് നൗ ഡിസ്കവേർഡ് എ സോഴ്സ് ഓഫ് പവർ. ഇപ്പോൾ നിങ്ങളൊരു ശക്തി കണ്ടെത്തിയിരിക്കുന്നു. മച്ച് ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ്. നിങ്ങളെക്കാളും ഉയർന്ന ശക്തി. ഡൂയിങ് വാട്ട് വി ഹാവ് ഡൺ ഓൺലി റിക്വയർസ് വില്ലിങ്നെസ്, പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. എന്താണോ ഞങ്ങൾ ചെയ്തത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിന് ഒന്നാമത്തെ കാര്യം വേണ്ടത് വില്ലിങ്നെസ് ആണ്, ആഗ്രഹം. രണ്ടാമത്തെ കാര്യം പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ആൻഡ് ഹാർഡ് വർക്ക്, ശക്തിയായിട്ടുള്ള പ്രവൃത്തികളാണ് അതിന് വേണ്ടത്. വി നോ ഓഫ് ആൻ AA മെമ്പർ ഹൂ വാസ് ലിവിങ് ഇൻ എ ലാർജ് കമ്മ്യൂണിറ്റി. ഞങ്ങൾക്കറിയാം ഒരു മെമ്പർ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു AA മെമ്പറെ ഞങ്ങൾക്കറിയാം. ഹി ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ ജസ്റ്റ് എ ഫ്യൂ വീക്സ് വെൻ ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ പ്ലേസ് പ്രോബബ്ലി ഹാഡ് മോർ ആൽക്കോഹോൾസ് പെർ സ്ക്വയർ മൈൽ ദാൻ എനി സിറ്റി ഇൻ ദ കൺട്രി. അതായത് അവന് ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ എത്തിച്ചേർന്നപ്പോൾ കുറച്ചാഴ്ചകളെ അവൻ അവിടെ താമസിച്ചിട്ടുള്ളൂ എങ്കിലും അവനൊരു കാര്യം മനസ്സിലായി. അവിടെ ഒരുപാട് ആൽക്കഹോളിക്കുകളുണ്ട്. ചിലപ്പോൾ 1 മൈലിനുള്ളിൽ തന്നെ ധാരാളം ആൽക്കഹോൾ, മദ്യാസക്തരുണ്ടതായി അവന് ശ്രദ്ധയപ്പെട്ടു. ദ ലോക്കൽ പോലീസ് വേർ വെരി കൺസേൺഡ്. കാരണം അവിടുത്തെ പോലീസ് അതിനെപ്പറ്റി വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു. ഹി ഗോട്ട് ഇൻ ടച്ച് വിത്ത് എ വെൽ നോൺ സൈക്കാട്രിസ്റ്റ് ഹു വാസ് വർക്കിംഗ് ഓൺ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റിനെ മാനസിക രോഗ വിദഗ്ധനെ സമീപിക്കുകയും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകളെ പറ്റി അറിയുകയും ചെയ്തു. ദ ഡോക്ടർ വാസ് എക്സ്ട്രീംലി ഈഗർ ടു ട്രൈ എനിത്തിങ് ദാറ്റ് മൈറ്റ് ഹെൽപ്പ് ഹിം ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഇത്തരത്തിലുള്ള അമിത മദ്യാസക്തി എന്ന രോഗത്തിന്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ ആ ഡോക്ടർ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. സോ ഹി ആസ്ക്ഡ് അവർ ഫ്രണ്ട്സ് വാട്ട് ഹി ഹാഡ് ഇൻ മൈൻഡ്. എന്താണ് നിന്റെ മനസ്സിലുള്ളതെന്ന് എന്നോട് പറയൂ. അവർ ഫ്രണ്ട് എക്സ്പ്ലെയിൻഡ് ദ 12 സ്റ്റെപ്സ് ആൻഡ് ദ പ്രോഗ്രാം ടു ഹിം. നമ്മളുടെ 12 പടികളെ കുറിച്ചും നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ചും നമ്മളുടെ ഫെലോഷിപ്പിനെ കുറിച്ചും അദ്ദേഹത്തോട് പറഞ്ഞു. ദ ഡോക്ടർ വാസ് സോ ഇംപ്രസ്ഡ് ദാറ്റ് ഹി അഗ്രീഡ് ടു ട്രൈ ഇറ്റ് ഓൺ ഹിസ് പേഷ്യൻസ് ആൻഡ് വിത്ത് അതർ ആൽക്കഹോളിസ്റ്റ് നിയർ ബൈ ക്ലിനിക്. ആ ഡോക്ടർ പിന്നീട് നമ്മളുടെ ഈ ആശയം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ രോഗികളോടും സമീപത്തുള്ള മറ്റ് ആൽക്കഹോളിക് ആയിട്ട് ക്ലിനിക്കുകളിൽ വരുന്ന രോഗികളോടും ഈ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ ഹി കോണ്ടാക്റ്റഡ് ദ ചീഫ് സൈക്കാട്രിസ്റ്റ് ഓഫ് എ ലാർജ് പബ്ലിക് ഹോസ്പിറ്റൽ. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്തത്, അവിടുത്തെ ഏറ്റവും വലിയ പൊതു ആശുപത്രിയിലെ പബ്ലിക് ഹോസ്പിറ്റലിന്റെ ചീഫ് സൈക്കാട്രിസ്റ്റിനെ ബന്ധപ്പെട്ടു. ടു ചൂസ് എൻ ഈവൻ മോർ പാർട്ടിസിപ്പൻസ് ഫ്രം ദ സ്ട്രീം ഓഫ് മിസറബിൾ ആൽക്കഹോളിസ്റ്റ് റണ്ണിങ് ത്രൂ ഹിസ് ഡോർ. അപ്പം അവിടെ കടന്നു വരുന്ന അനേകം ഇത്തരത്തിലുള്ള മദ്യാസക്തരായ രോഗികളെ തങ്ങളോട് അടുപ്പിക്കാനായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു. അവർ ഫ്രണ്ട്സ് ന്യൂ ഹി വുഡ് സൂൺ ഹാവ് മോർ ഫ്രണ്ട്സ് ദാൻ ഹി കുഡ് കൗണ്ട്. അപ്പം നമ്മളുടെ കൂട്ടുകാരൻ എന്ത് മനസ്സിലായി, എയുടെ ഫ്രണ്ടിന് മനസ്സിലായി, ഇനിയും നമുക്ക് കൂടുതൽ കൂട്ടുകാരെ ലഭിക്കും. സം ഓഫ് ദം മൈറ്റ് ഫോൾ ആൻഡ് നെവർ ഗെറ്റ് അപ്പ്. ചില ആളുകൾ വീണു പോയിരിക്കുന്നു, പക്ഷേ അവരെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വീണു പോയിട്ടുണ്ടെങ്കിലും ബട്ട് വി നോ ദാറ്റ് മോർ ദാൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ വി ടോക്ക് ടു വിൽ ബിക്കം മെമ്പർ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഏകദേശം പകുതി നമ്മൾ സംസാരിച്ചിട്ടുള്ള പകുതിയിലധികം ആളുകളെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പേഴ്സായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ആഫ്റ്റർ എ ഫ്യൂ പീപ്പിൾ ഇൻ അവർ ഫ്രണ്ട്സ് ന്യൂ സിറ്റി ഡിസ്കവർഡ് ദ ജോയ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് ഫേസ് ലൈഫ് അഗെയിൻ. അപ്പോൾ പിന്നീട് ഈ കൂട്ടുകാരൻ ആ സിറ്റിയിൽ വർക്ക് ചെയ്യുകയും ധാരാളം ആളുകളെ കണ്ടെത്തുകയും ജീവിതത്തെ നേരിടാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്തു. ദർ വാസ് നോ സ്റ്റോപ്പിംഗ് അൻറ്റിൽ എവരിവൺ ഇൻ ദാറ്റ് ടൗൺ ഹാഡ് ദ ചാൻസ് ടു റിക്കവർ. അങ്ങനെ ആരൊക്കെയാണോ ഈ പറയുന്ന വീണ്ടെടുക്കലിലേക്ക് കടന്നു വന്നത് അവരൊരിക്കലും നിർത്താതെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു, ആ സിറ്റിയിൽ ഏർപ്പെട്ടു. സ്റ്റിൽ യൂസ് മേ സേ, ഇപ്പോഴും നിങ്ങൾ പറയും, ബട്ട് ഐ ഡോണ്ട് നോ
how to find people who understand Alcoholics Anonymous as deeply as the authors of this book. അതായത് ഇപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഈ ബുക്കിൽ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്ന, ആൽക്കോളിക്സ് അനോണിമസ് എഴുത്തുകാർ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞങ്ങൾ എവിടെ കണ്ടെത്തുമെന്നും ഞങ്ങൾക്കറിയില്ല. ഇഫ് യു ഡോണ്ട് ലുക്ക് ഫോർ ദം, യു ബി ഷുവർ യു വോണ്ട് ഫൈൻഡ് ദം. നിങ്ങൾ അവരെ നോക്കിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല. ട്രസ്റ്റ് ഇൻ യുവർ ഹയർ പവർ. നിങ്ങളുടെ ഉന്നത ശക്തിയിൽ വിശ്വസിക്കൂ. ഗോഡ് വിൽ ഷോ യു ഹൗ ടു ഫൈൻഡ് ആൻഡ് ക്രിയേറ്റ് ദ ഫെലോഷിപ്പ് യു ആർ ലുക്കിംഗ് ഫോർ. നിങ്ങൾക്ക് ദൈവം അത് കണ്ടെത്തി തരും. എങ്ങനെയാണ് ഒരു കൂട്ടായ്മയെ കണ്ടെത്തുക, എങ്ങനെയാണ് നിങ്ങളിലൂടെ ഒരു കൂട്ടായ്മ നോക്കിക്കാണുക എന്ന് ദൈവം തന്നെ നിങ്ങളെ കാണിച്ചു തരും. അവർ ബുക്ക് ഈസ് മീൻ ടു ഓഫർ യു സജഷൻ ഓൺലി. ഈ ബുക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ മാത്രമാണ്. വി റിയലൈസ് വി നോ ഓൺലി എ ലിറ്റിൽ. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. ഗോഡ് വിൽ കോൺസ്റ്റന്റ്ലി ഷോ മോർ ടു യു ആൻഡ് ടു അസ്. ദൈവം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കും ഞങ്ങൾക്കും വെളിപ്പെടുത്തും. ആസ്ക് ഗോഡ് ഇൻ യുവർ മോർണിംഗ് മെഡിറ്റേഷൻ. നിങ്ങളുടെ രാവിലത്തെ ധ്യാനത്തിൽ ദൈവത്തോട് ആവശ്യപ്പെടുക, വാട്ട് യു ക്യാൻ ഡു ഈച്ച് ഡേ ഫോർ ദ പേഴ്സൺ ഹു ഈസ് സ്റ്റിൽ സിക്ക്. അസുഖബാധിതനായ, രോഗബാധിതനായ, ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു അംഗത്തെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ഓരോ രാവിലത്തെ ധ്യാനത്തിൽ ആവശ്യപ്പെടുക. ദ ആൻസർ വിൽ കം. ഉത്തരം നിങ്ങളിലേക്ക് കടന്നു വരും. ഇഫ് യുവർ ഓൺ ഹൗസ് ഇസ് ഇൻ ഓർഡർ. നിങ്ങളുടെ വീട് നേരെയാണെങ്കിൽ, ബട്ട് ഒബ്വിയസ്ലി യു കനോട്ട് ഗിവ് സംതിങ് യു ഹാവൻറ്റ് ഗോട്ട്. നമ്മളുടെ വീട് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹൗസ് ശരിയല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് ഈ സന്ദേശം കൊടുക്കാൻ കഴിയില്ല. കനോട്ട് ഗിവ് സംതിങ് യു ഹാവൻറ്റ് ഗോട്ട്. നമ്മൾക്ക് കിട്ടാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല. മേക്ക് ഷുവർ ദാറ്റ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് സ്ട്രോങ്. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ ശക്തമായിരിക്കണം. ആൻഡ് ഗ്രേറ്റ് ഈവൻറ്റ്സ് വിൽ കം ടു പാസ് ഫോർ യു ആൻഡ് കൗണ്ട്ലെസ് ഫോർ അതേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ വലിയ സംഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് സംഭവിക്കും. ദിസ് ഈസ് ദ ഗ്രേറ്റ് ഫാക്ട് ഫോർ അസ്. ഇതാണ് നമ്മളിലെ ഏറ്റവും വലിയ കാര്യം. ഗീവ് യുവർ സെൽഫ് ടു ഗോഡ് ആസ് യു അണ്ടർസ്റ്റാൻഡ് ഗോഡ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അഡ്മിറ്റ് യുവർ ഫോൾസ് ടു ഗോഡ് ആൻഡ് ടു യുവർ ഫെലോസ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും മറ്റൊരാളോടും സമ്മതിക്കുക. ക്ലിയർ അവേ ദ റിക്കേജ് ഓഫ് യുവർ പാസ്റ്റ്. നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകളും കുറ്റങ്ങളും വ്യക്തമായി ക്ലിയർ ചെയ്യുക. ഗീവ് ഫ്രീലി ടു വാട്ട് യു ഫൈൻഡ് ആൻഡ് ജോയിൻ അസ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് സൗജന്യമായി കൊടുക്കുക. എങ്ങനെയാണ് ഞങ്ങളെ കണ്ടെത്തിയെന്നും നമ്മളോടൊപ്പം ചേർന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ സൗജന്യമായി കൊടുക്കുക. വി വിൽ ബി വിത്ത് യു ഇൻ ദ ഫെലോഷിപ്പ് ഓൺ ദ സ്പിരിറ്റ്. ഞങ്ങൾ ആത്മീയാടിസ്ഥാനത്തിലുള്ള ഈ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പമുണ്ട്. ആൻഡ് യു വിൽ മീറ്റ് സം ഓഫ് us as you touch the road of happy destinies. അതായത് സന്തോഷത്തിൽ, ഹാപ്പി ഡെസ്റ്റിനി, സന്തോഷത്തിന്റെ ഈ യാത്രയിൽ, സന്തോഷം അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും. മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് കീപ് യു ആൻഡിൽ ദെൻ. അതുവരെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എ വിഷൻ ഫോർ യു എന്ന് പറയുന്ന ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. നമുക്കറിയാം, ലോകം മുഴുവനും ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങിയതും, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും തുടങ്ങിയതും ഇത്തരത്തിലുള്ള യാത്രകളിൽ. ഇപ്പൊ ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള വെസ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഞ്ചാബിൽ നിന്ന് വന്ന ഒരംഗമാണ് ഒരു മീറ്റിംഗ് തുടങ്ങിയത്. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും അമേരിക്കൻ, കാനഡയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് തുടക്കം ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യയിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരാൾ ഒരു മീറ്റിംഗ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വല പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനാണ്. ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് തുടങ്ങാം. അതുപോലെ തന്നെ ഈ കാനഡയിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടാണ് നമ്മുടെ എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹത്തിന്റെ പേര് ചാൾസ് എന്നാണ്. അദ്ദേഹം ഇന്ത്യയിലെ നമ്മുടെ എംബസിയിൽ, കനേഡിയൻ എംബസിയിൽ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ പരസ്യം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അവിടെ മുംബൈയിലെ ഒരു ടീച്ചറായിട്ടുള്ള ഒരാളെ വിളിക്കുകയും, പേര് ഞാൻ മറന്നുപോയി, അങ്ങനെയാണ് മീറ്റിംഗ് നമുക്ക് തുടങ്ങുന്നത്. 1955 നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്പര ബന്ധത്തിലൂടെ ഒരു ചങ്ങല പോലെയാണ് നമ്മുടെ ഗ്രൂപ്പുകൾ ലോകം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വളരുന്നത്. ഇപ്പോഴും പല മീറ്റിങ്ങുകൾ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഡോക്ടേഴ്സ് ബോബ്സ് നൈറ്റ്മെയർ.